ദില്ലി ചലോ മാർച്ച് ദില്ലിയിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. സർക്കാരും പോലീസും സേനാ വിഭാഗങ്ങളും കർഷകരെ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ തടയാൻ സർവ്വസന്നാഹങ്ങളും പ്രയോഗിച്ചു. ബാരിക്കേഡുകളും വാഹനങ്ങളും ജലപീരങ്കിയും ടിയർ ഗ്യാസ് ഷെല്ലുകളും. പക്ഷേ നിശ്ചയദാർഢ്യമുള്ള കർഷകർക്ക് മുന്നിൽ അവ തോറ്റു. ഒടുവിൽ സമരക്കാർക്ക് അതിർത്തി തുറന്ന് അനുമതി കിട്ടി. ഡൽഹിയുടെ പ്രാന്തപ്രദേശമായ ബുഹാഡിയിലെ സ്റ്റേഡിയത്തിൽ കർഷകർ ഒത്തുചേർന്ന് പ്രതിഷേധിക്കുമെന്നാണ് വിവരം. ജന്തർ മന്ദറിലേക്ക് തന്നെ പോകേണ്ടതുണ്ടോ എന്ന് സമര നേതാക്കൾ യോഗം ചേർന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് പാസാക്കിയെടുത്ത കാർഷിക നിയമങ്ങൾക്കെതിരെയാണ് സമരം. പ്രധാനമായും പഞ്ചാബ് അടക്കമുള്ള 6 സംസ്ഥാനങ്ങളിലെ കർഷകരാണ് ദില്ലിയിലേക്ക് രോഷവുമായി പുറപ്പെട്ടത്. സമരം വരും മണിക്കൂറുകളിൽ എങ്ങനെയാണ് മുന്നോട്ടു പോവുക? കേന്ദ്ര സർക്കാർ അവരുമായി ചർച്ചകൾക്ക് വഴങ്ങുമോ? രാഷ്ട്രീയ കാലാവസ്ഥയെ ചലിപ്പിക്കുന്ന സമരമായി നമ്മൾ ഈ കാണുന്ന കർഷക കൂട്ടായ്മകൾ മാറുമോ? ഈ കാര്യങ്ങളിലാണ് ചർച്ച. സ്വാഗതം. സമരത്തിൽ പങ്കെടുക്കുന്ന സമര നേതാവ് കൂടിയായ ശ്രീ പി കൃഷ്ണപ്രസാദിനെ ഞങ്ങൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ യോഗത്തിലാണ്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീ ജി ദേവരാജൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ചർച്ചയിൽ BJP നേതാവ് ശ്രീ TP ജയേന്ദ്രൻ കോഴിക്കോട് നിന്നും ചർച്ചയിൽ ചേരുകയാണ്. ആദ്യം ശ്രീ ദേവരാജൻ, ഇവിടെ അല്പം മുമ്പ് ഡിസംബർ 3-ാം തീയതി കർഷകരുമായിട്ട് സമരക്കാരുമായിട്ട് ചർച്ചയാകാം എന്ന് നരേന്ദ്രസിംഗ് തോമാർ ബന്ധപ്പെട്ട മന്ത്രി, ആ വകുപ്പിൻ്റെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ അവരെ അതിർത്തിയിൽ തന്നെ തടയാനുള്ള ശ്രമമായിരുന്നു ആദ്യം പോലീസും സംവിധാനങ്ങളും പ്രയോഗിച്ചിരുന്നതെങ്കിൽ അത് പരാജയപ്പെട്ടു. കർഷകർ വിജയിച്ച് മുന്നോട്ട് വരികയാണ്. ഇവിടെ ഈ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ട് നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ പുതിയ നിയമങ്ങളെ തങ്ങൾക്കനുകൂലമായി തിരുത്തിക്കാൻ ഈ സമരം കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകാനിടയുണ്ടോ? നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. സ്വാഭാവികമായിട്ടും ജനാഭിലാഷങ്ങൾക്കനുസരിച്ച് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഗവൺമെന്റ് നിർബന്ധിതമാകും, അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രകാരം തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യക്ഷമായ പിന്തുണയില്ലാതെ ഏതാണ്ട് 120ഓളം കർഷക സംഘടനകൾ, ഒരുപക്ഷെ സംഘടനകളിൽ ഒന്നും ബാനറുകൾക്ക് അപ്പുറത്തായിട്ട് കർഷകർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങള്, കർഷകര് തെരുവിലിറങ്ങിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കർഷകർ നമ്മുടെ അന്നദാതാക്കളാണ്. ഈ അന്നദാതാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം അവരുടെ നിത്യജീവിതത്തെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവർ സമരം ചെയ്യാൻ നിർബന്ധിതരായത്. ഈ 3 പുതിയ നിയമ നിർമ്മാണ ഭേദഗതികൾ, ആ നിയമ ഭേദഗതികൾ കർഷകരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമെന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട്. ആ ആശങ്ക പരിഹരിക്കുവാനുള്ള നീക്കങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. മാത്രവുമല്ല, കർഷക സംഘടനകളുമായി ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഒരു ചർച്ച നടത്തുവാൻ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. യഥാർത്ഥത്തില് ഈ 3 നിയമങ്ങൾ അത് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം, നിലവിലുള്ള കർഷകരുടെ നാമമാത്രമായ അവകാശങ്ങൾ പോലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അടിയറ വെക്കേണ്ടി വരുന്ന നിയമ ഭേദഗതികളാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രവുമല്ല, ആ നിയമ ഭേദഗതി മൂലം നമ്മുടെ കർഷകർ നിരായുധരായി മാറുകയാണ്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ദയാവായ്പിന് വിധേയരായി കൃഷി ചെയ്യാൻ നിർബന്ധിതരാകുന്ന കർഷകരായി ഇന്ത്യയിലെ കർഷകർ മാറാൻ പോകുകയാണ്. അത് ഈ നിയമത്തിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന വസ്തുതകളാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തെ അവശ്യ വസ്തു നിയമം ഭേദഗതി ചെയ്തത് ആരെ സഹായിക്കാനാണ് എന്ന് ഗവൺമെന്റിന് പറയാൻ ബാധ്യതയില്ലേ? ഇവിടെ കാർഷിക വിഭവങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനുള്ള അളവ് എടുത്തു കളഞ്ഞുകൊണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കുകയും അതേസമയം കോർപ്പറേറ്റുകളെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ കോർപ്പറേറ്റ് വൽക്കരണം കാർഷിക മേഖലയിൽ നടക്കുകയാണ്.
അതുകൊണ്ട് തന്നെയാണ് ഈ കർഷകർ സമരം ചെയ്യുന്നത്. 60% ആളുകൾ ഇന്നും കാർഷിക വൃത്തിയെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. യൂറോപ്പിലെ പോലെ വ്യാവസായിക വിപ്ലവം നടന്ന നാടല്ല, കാർഷിക വിപ്ലവം നടന്ന നാടാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ താങ്ങുവില കിട്ടുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള സംവിധാനവും അത് വിറ്റഴിക്കുവാനുള്ള വിപണി സൗകര്യവും അവർക്കുണ്ടാകണം. അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ കോർപ്പറേറ്റുകളെ അനുവദിക്കുകയും സർക്കാരിന്റെ ഏജൻസികളായിട്ടുള്ള നബാർഡ്, FCI, സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ പിൻവലിക്കുകയും ചെയ്യുന്നത് വഴി കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുന്നത് എന്ന് കർഷകർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇത്തരത്തിലുള്ള വളരെ ന്യായമായ അവരുടെ ആശങ്കകൾ പരിഹരിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അത് കേൾക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകാതെ വന്നതോട് കൂടിയിട്ടാണ് കർഷകർക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. നേരത്തെ തന്നെ നമ്മളിത് കണ്ടതാണ്. പഞ്ചാബും ഹരിയാനയിലെയും കർഷകർ ഈ രീതിയിൽ പ്രതിഷേധിക്കുന്നത് ഈ കാർഷിക വിപ്ലവം, ഹരിത വിപ്ലവം നടന്ന നാടാണല്ലോ അത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കൃഷിയെ തന്നെ ആശ്രയിക്കുന്ന നാടുകളാണ് അവയൊക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ ആയിട്ട് കർഷകർ പ്രതിഷേധം ഉയർത്തിയപ്പോൾ പോലും കേൾക്കുവാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഈ നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് ധനീഷിന് അറിയാമല്ലോ, ഡൽഹിയിൽ ഒരു സമരം നടന്നിരുന്നു. തമിഴ്നാട്ടിലെ കർഷകർ അവിടെ വന്ന് ദിവസങ്ങളോളം തമ്പടിച്ച് ഉടുവസ്ത്രമെല്ലാം ഉരിഞ്ഞ് ഒടുവിൽ സ്വന്തം മൂത്രം കുടിച്ച് തന്നെ ഒരു പുതിയ രീതിയിലുള്ള ഒരു സമരം, അത്യന്തം പ്രകോപനപരമായി എന്ന് പറയാവുന്ന തരത്തിലുള്ള സമരം അവർ നടത്തിയിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെന്റ്, ഒരു ഭരണകൂടമാണ് ഡൽഹിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. കർഷകരുടെ വിഷയങ്ങൾ സംസാരിക്കുന്നുള്ളതല്ലാതെ അത് പരിഹരിക്കുവാൻ യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറല്ലാത്ത ഒരു ഗവൺമെന്റാണ്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ടി പി ജയചന്ദ്രൻ, ഈ അതിർത്തിയിൽ രാജ്യത്തിൻ്റെ ശത്രുക്കളോട് എന്ന പോലെ, എന്ന് വെച്ചാൽ രാജ്യാതിർത്തിയിൽ നമ്മുടെ ശത്രുക്കളോട് എന്ന പോലെ ആണ് ഈ ഡൽഹിയുടെ അതിർത്തിയിൽ കർഷകരെ കൈകാര്യം ചെയ്തത്. അവർക്ക് നേരെ ഗ്രനേഡും ടിയർ ഗ്യാസ് ഷെല്ലുകളും മറ്റു തരത്തിലുള്ള ലാത്തി ചാർജും ഒക്കെ പ്രയോഗിക്കുന്നത് എന്ന് പല ആളുകളും വിമർശിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ കർഷകർ, രാജ്യത്തെ കർഷകർ ചില പ്രശ്നങ്ങളുമായിട്ട്, ഒരു പ്രതിഷേധ പ്രകടനവുമായിട്ട് രാജ്യ തലസ്ഥാനത്തേക്ക് വരുമ്പോൾ അവരെ ഇമ്മട്ടിൽ നേരിടാനുള്ള ഒരു പ്രകോപനം എന്താണ്? അങ്ങനെയാണോ ഒരു സർക്കാർ ചെയ്യേണ്ടത്? ഇതിന് സമാനമായിരുന്നു ഷഹീൻ ബാഗിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. ഷഹീൻ ബാഗിൽ സംഭവം നടന്നപ്പോൾ ഗവൺമെന്റ് നേരിട്ടപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞു, ഇതാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടങ്ങൾ പെരുമാറേണ്ടത്? പൊതുമുതൽ നശിപ്പിച്ചും പോലീസിനെ ആക്രമിച്ചും താങ്കളുടെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണല്ലോ. അവർ ബാരിക്കേഡുകൾ എടുത്ത് പുഴയിലിടുന്നു, പോലീസുകാരെ കല്ലെറിയുന്നു, ആക്രമിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുകളെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണോ എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. നമ്മുടെ വിഷയം അത് മാത്രമല്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1928 ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച വിപണി അധിഷ്ഠിതമായ ഒരു സംവിധാനമാണ് കർഷകരുടെ വിപണനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യം നിലനിന്നിരുന്നത്. ദേവരാജന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് കുറ്റമറ്റതായിരുന്നു, അത് പുനഃസ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ എത്ര പേരാണ് കെട്ടിത്തൂങ്ങിയും വിഷാംശങ്ങൾ കുടിച്ചും എത്ര കർഷകരാണ് ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്? അത് തിരിച്ചുകൊണ്ടുവരണമെന്നാണോ ദേവരാജൻ ചൂണ്ടിക്കാണിക്കുന്നത്? അത് തിരിച്ചുകൊണ്ടുവരാനായിരുന്നുവെങ്കിൽ BJPയുടെ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യം ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഇത്തരം സമരങ്ങളെക്കുറിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പാർലമെന്റിനകത്ത് ചർച്ച ചെയ്തപ്പോഴും ഒരുപക്ഷെ കർഷകർക്ക് അത് തീർന്നിട്ടുണ്ടാവില്ല. അതിനെക്കുറിച്ച് ഗവൺമെന്റ് വ്യക്തമാക്കിയല്ലോ, 3-ാം തീയതി ഇത്തരം ആളുകളുമായിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് തയ്യാറാണ്. നമ്മുടെ ചിത്രം അത് മാത്രമാണോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നുണ്ടോ? ആരാണ് ഈ ഉൽപ്പന്നങ്ങളുടെ വില ഇപ്പോൾ തീരുമാനിക്കുന്നത്? ഇപ്പോഴത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടോ? ഞാൻ ദേവരാജനോട് മനസ്സിലാവുന്ന ഭാഷയിൽ കൃത്യമായിട്ടൊരു കാര്യം പറയാം. കേരളത്തിൽ വളരെയധികം വിദേശ നാണയം നേരിട്ടിരുന്ന ഒരു ഉൽപ്പന്നമാണ് കശുവണ്ടി. തലശ്ശേരി, മലബാറിലാണ് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. തലശ്ശേരിയിൽ നിന്നും അത് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇപ്പൊ തലശ്ശേരിക്കാർക്ക് കർണാടകയിൽ കൊണ്ടുപോയി അത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. 1 കിലോ തോട്ടണ്ടി ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് അതിർത്തി കടന്ന് കൂട്ടുപുഴ പാലം കഴിഞ്ഞ് പോലീസിന്റെ കണ്ണു വെട്ടിച്ചാൽ ഒരു കർഷകന് ലഭിക്കുന്നത് 13 രൂപയുടെ വർധനമാണ്. 50 കിലോ ചാക്കുണ്ടെങ്കിൽ അവന് ലഭിക്കുന്നത് 6500 രൂപയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കർഷകന് അവന്റെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരനില്ലാതെ എവിടെ വേണമെങ്കിലും വിറ്റഴിക്കണം എന്ന് പറയുന്ന നിയമം എങ്ങനെയാണ് കർഷക വിരുദ്ധമാവുന്നത്? ഇപ്പൊ തന്നെ ഇതിന്റെ പുറകിൽ ആരാണ്? പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ മാത്രമാണല്ലോ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ശേഷവും, ഈ ബില്ല് പാസ്സായതിനു ശേഷവും നടന്ന സമരങ്ങളിൽ എന്താണ് ഉണ്ടായത്? ജനവിധിയിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്? ജനങ്ങൾ ആരുടെ പക്ഷത്താണ്? ഉദാഹരണത്തിന് മണ്ടികളാണ് വില നിശ്ചയിക്കുന്നത്. 2% സർക്കാർ നികുതിയുണ്ട്, 4% കമ്മീഷനാണ്, 4%. ഞാൻ പറയുന്നത്
ഒരു നിമിഷം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണം. അതിന് മറുപടി നൽകാൻ ശ്രീ ദേവരാജൻ തയ്യാറായിരിക്കുകയും ചെയ്യും. അതിനു മുമ്പ് ശ്രീ ജയചന്ദ്രൻ ഒരു കാര്യം, അതായത് ഈ പറയുന്ന 500ഓളം ചെറുതും വലുതുമായുള്ള കർഷക സംഘടനകൾ ശരിയായിരിക്കാം, താങ്കൾ പറയുന്ന പോലെ BJP അനുകൂല സംഘടനകളായിരിക്കുകയില്ല അവ, എങ്കിലും 500ഓളം കർഷക സംഘടനകൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന കർഷകരെയാണല്ലോ. എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. കേന്ദ്ര സർക്കാർ പറയുകയാണ് ഇത് കർഷകർക്ക് അനുകൂലമായ നിയമമാണ് എന്ന്. പക്ഷേ ആ കൃഷിപ്പണിയെടുക്കുന്ന ആളുകൾക്ക്, ആ സംഘടനയുടെ പ്രതിനിധികൾക്ക്, അതിൽ ഭാഗവാക്കുകളും മറ്റുമായിരിക്കുന്ന കർഷകർക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട്. സ്വാഭാവികമായിട്ടും അവർ പ്രതിഷേധിക്കുമല്ലോ. അവർ സമരവുമായി വരുമ്പോൾ വരൂ ഇരിക്കൂ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുന്നതിന് പകരം ഈ പറയുന്ന വിഷയങ്ങളെല്ലാം താങ്കൾ ഇപ്പോൾ ചർച്ചയിൽ ഇപ്പോൾ തന്നെയും പറഞ്ഞു കഴിഞ്ഞ ഈ വിഷയങ്ങളെല്ലാം അവരോട് ആവർത്തിച്ച് ബോധ്യപ്പെടുന്നതിന് പകരം അവരെ തെരുവിൽ അതിർത്തിയിൽ നേരിട്ടത് ശരിയോ എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതല്ല, നേരത്തെ ഇങ്ങോട്ട് വരൂ, ഞങ്ങൾ നേരിടുന്നില്ല, ഞങ്ങൾ റോഡ് വെട്ടിപ്പൊളിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഗ്രനേഡുകളും ടിയർ ഗ്യാസ് ഷെല്ലുകളും പ്രയോഗിക്കുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നമുക്ക് സംസാരിക്കാം എന്നതിന് പകരം എന്തിനാണ് ഇവരെ ശത്രുക്കളെ പോലെ നേരിടുന്നതെന്ന ചോദ്യം അപ്പോഴും ബാക്കിയല്ലേ? സമരം ഉണ്ടായതിനു ശേഷം വലിയ പ്രൊട്ടസ്റ്റായി വളർന്നതിന് ശേഷം മാത്രമാണ് 3-ാം തീയതി വരൂ ഇരിക്കാം എന്നൊരു നിലപാടിലേക്ക് കൃഷി മന്ത്രി എത്തുന്നത്. സ്വാഭാവികമാണല്ലോ. കാരണം പാർലമെന്റിൽ നിയമം ചർച്ച ചെയ്തു, അതിനുശേഷം അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല, അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതിനുശേഷം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായ സ്വരൂപീകരണത്തിനും ശരിതെറ്റുകൾ നിശ്ചയിക്കുന്ന ജനവിധികളല്ലേ. അതിനുശേഷം ഒരു മിനി ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാവുന്ന രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പ് നടന്നു. ജനങ്ങൾ ഈ ബില്ലിനെതിരായിരുന്നുവെങ്കിൽ അവിടെ BJP ദയനീയമായി പരാജയപ്പെടുമായിരുന്നു NDA. പകരം മറ്റു പലരും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ കൊത്തളങ്ങളിൽ പോലും വലിയ മുന്നേറ്റം നടത്തി. മാത്രമല്ല ഈ സമരത്തിന് മുമ്പിൽ കർഷകരാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വളരെ നേരത്തെ തന്നെ നമുക്കറിയാം, പഞ്ചാബ് ഉൾപ്പെടെ ഏതാണ്ട് 28,000-ഓളം, ഏതാണ്ട് പഞ്ചാബിലെ കണക്ക് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരെ നിശ്ചയിക്കപ്പെട്ട ഏതാണ്ട് 6,000-7,000-ഓളം മണ്ഡികളുണ്ട്. അവർ നിയന്ത്രിക്കുന്ന 24,000-ഓളം ഏജന്റുമാരുണ്ട്. ഇത്തരം ആളുകൾക്കുള്ള വലിയ വരുമാന നഷ്ടം ഉണ്ടായിരിക്കുന്നു. ഞാൻ കേട്ട് മനസ്സിലാക്കിയിടത്തോളം 40,000 കോടി രൂപയാണ് പഞ്ചായത്തിലെ ഏജന്റുമാർക്കും മണ്ഡികൾക്കും ഒരു വർഷം ലഭിക്കുന്നത്. അവർ ചോര നീരാക്കി പാടത്ത് പണിയെടുക്കുന്നവരല്ല, അവർ കർഷകന്റെ വിലസ്ഥിരതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരല്ല. വെയിലത്ത് പണിയെടുക്കാതെ സ്വന്തം ശീതീകരിച്ച മുറിയിലിരുന്ന് കർഷകൻ അധ്വാനിച്ചുണ്ടാക്കിയ കാർഷികോൽപ്പന്നങ്ങൾക്ക് സ്വയം വില നിശ്ചയിച്ച് അതിൽ നിന്ന് കമ്മീഷനായും ടാക്സായും അവന്റെ കയ്യിൽ നിന്നും കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുത്തതിന്റെ വിഹിതമായിട്ടും ഏതാണ്ട് 40,000 കോടി രൂപ. മഹാരാഷ്ട്രയായിരുന്നു ഒരു കാലഘട്ടത്തിൽ വലിയ സമരം നടന്നത് ഭാരതത്തിൽ. മഹാരാഷ്ട്രയിലെ സമരം നടന്നപ്പോൾ എന്താണ് ഉണ്ടായത്? മഹാരാഷ്ട്രയിലെ കർഷകരെ ആട്ടിത്തെളിച്ച് അവരുടെ പൊള്ളുന്ന കുമിളകളാക്കിയ കാൽപാദങ്ങൾ അവർ മീഡിയയിൽ ഉപയോഗിച്ചു. അവസാനം അവരെ തിരിച്ച് ഗ്രാമത്തിലെത്തിക്കാൻ ആ സംസ്ഥാനത്തിലെ സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ഒരുങ്ങേണ്ടി വന്നു. മാത്രമല്ല ആ സംസ്ഥാനത്തിലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വളരെ വലിയ ഒരു ഭരണകക്ഷിയുടെ നേതാവിന്റെ മകൾക്ക് മണ്ഡിയുടെ വലിയ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 10,000 കോടി രൂപയാണ് ഒരു വർഷം അവർക്ക് ലഭിക്കുന്നത്. ഈ സമരത്തിന്റെ പുറകിൽ ഈ വരുമാനം നഷ്ടപ്പെട്ട കർഷകർക്ക് കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുത്ത് അത് ഭീഷണി ഉപയോഗിച്ച് പിരിച്ച് അധ്വാനിക്കാതെ വളർന്നിരുന്ന ഒരു വലിയ സംവിധാനം. അവർ അരക്ഷിതരാണ്. സംസ്ഥാനാന്തര വിൽപ്പനയുടെ ആനുകൂല്യമൊക്കെ കർഷകർക്ക് ലഭിക്കുമല്ലോ ഈ പുതിയ നിയമങ്ങളിലൂടെ എന്ന അദ്ദേഹത്തിന്റെ BJPയുടെ വാദത്തെക്കുറിച്ചും എനിക്ക് താങ്കളുടെ വിശദമായിട്ടുള്ളൊരു എക്സ്പ്ലെയിനർ വേണം. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കളടക്കമുള്ള ആളുകൾ പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ചതാണ്. പക്ഷേ നിയമം വന്നു. നിയമം വന്നിട്ട് പിന്നീട് അതിനെതിരെ ഇങ്ങനെ സമരം നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് BJP ആവർത്തിച്ച് പറയുന്ന കാര്യം. ഇവർ കർഷകരാണ് എന്നതിന് എന്താണ് ഉറപ്പ് എന്നുകൂടെ ചോദിക്കുകയാണ് BJPയുടെ നേതാവ്. താങ്കളുടെ ഒരു വിശദീകരണം എന്താണ്? ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ BJPക്ക് മൃഗീയമായ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷത്തിന്റെ ഒരു ധാർഷ്ട്യം, ഒരു ധിക്കാരം, ഒരു അഹങ്കാരമാണ് ഇന്ന് പാർലമെന്റിൽ ഓരോ നിയമങ്ങളും പാസ്സാക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ പാർലമെന്റ് അധികാരമില്ല. അതാണല്ലോ നമ്മുടെ വിഖ്യാതമായ കേശവാനന്ദ ഭാരത് കേസിന്റെ റിസൾട്ട് തന്നെ സുപ്രീം കോടതി വേഴ്സസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരളയിലെ വിധി തന്നെ അതാണ്. The state shall not deny to any person equality before law or equal protection of the law within the territory of India. അപ്പൊ അതുപോലും ഭരണഘടനാ വിരുദ്ധമായി ഭേദഗതി ചെയ്ത ഭൂരിപക്ഷത്തിന്റെ പേരിലാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർലമെന്റിൽ പ്രതിപക്ഷം അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. മാത്രമല്ല രാജ്യസഭയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കയ്യാങ്കളി വരെ എത്തി. പാർലമെന്റിനകത്ത് നമുക്ക് ബില്ലുകൾ പാസ്സാക്കുന്നതിന് മുമ്പ് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ
അത് സെലക്ട് കമ്മിറ്റിക്ക് വിടുന്ന ഒരു പതിവുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരെ വിളിച്ചിരുത്തി ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് ഒരു സമവായം ഉണ്ടാക്കി, ഒരു സമന്വയം ഉണ്ടാക്കിയിട്ടാണ് സാധാരണ തർക്കരഹിതമായി ബില്ലുകൾ പാസ്സാക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റ് ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, പ്രതിപക്ഷത്തിന്റെ അംഗബലം വളരെ ശുഷ്കമാണ്, പക്ഷെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനുള്ള പ്രസക്തി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാതെ ആലോചിക്കാതെ ഒരു ബില്ലുകളും പാർലമെന്റിൽ കൊണ്ടുവരില്ലെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സമ്മേളനത്തിൽ 36 ബില്ലുകൾ ഒറ്റയടിക്ക് പാസ്സാക്കി എടുത്തു എന്നുള്ളതാണ് സത്യം. ഈ ബില്ല് കർഷക വിരുദ്ധമല്ലെന്ന് പറയുന്നു. മാത്രമല്ല, ഇവിടെ ഇത് തന്നെയാണ് സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോഴും പറഞ്ഞത്. ഇത് മുസ്ലിം വിരുദ്ധമല്ല, ഇത് മതേതരത്വം സംരക്ഷിക്കാനാണ്. അതെ അതെ, അതിലൊക്കെ ഒരു നിമിഷം ശ്രീ രാജ്മോഹൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാജ്മോഹൻ, ശ്രീ ദേവരാജൻ കുറച്ചു നേരമായിട്ട് ഇരിക്കുകയാണ്, ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. ഈ തരത്തിലുള്ള ഈ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് ജനവിരുദ്ധമായിട്ടുള്ള കർഷക വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കിയാണ്, നിയമമാക്കുകയാണ് ചെയ്തത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ തന്നെ ഉന്നയിക്കുന്നത്. ശ്രീ ദേവരാജൻ, ഇത് പക്ഷേ BJP ആവർത്തിക്കുന്നു. ഇന്നിപ്പോൾ മന്ത്രി തോമാർ തന്നെയും പറഞ്ഞിരിക്കുന്നത് 3-ാം തീയതി നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് BJP കൊണ്ടുവന്ന ഈ നിയമങ്ങൾ, പ്രത്യേകിച്ചും ഈ 3 നിയമങ്ങൾ കർഷകർക്ക് അനുകൂലമായിട്ടുള്ളതാണ് എന്ന്. ശ്രീ ജയചന്ദ്രൻ അത് വിശദീകരിച്ചു. അതായത് ഈ സംസ്ഥാനാന്തര വിപണനമടക്കം സാധ്യമാകുന്ന, ഇടനിലക്കാർ ഇല്ലാത്ത ഈ മണ്ഡി സംവിധാനം എന്നത് കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ആത്യന്തികമായിട്ട്. അതിന് ബദലായിട്ട് നിൽക്കുന്ന ആത്യന്തികമായിട്ട് കർഷകാനുകൂലമായുള്ള നിയമമാണ് ഇത് എന്നാണ്. എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ കർഷക സംഘടനകൾ ഇതിനെതിരെ സമരത്തിലിറങ്ങുന്നത്, പാസ്സായി നിയമമായതിനൊക്കെ ശേഷവും? ഈ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ കർഷകർ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം തന്നെയാണ് ശ്രീ രാജ്മോഹൻ താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർലമെന്റിലും പ്രതിഫലിച്ചത്. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളുവാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളതാണല്ലോ വസ്തുത, നമ്മുടെ മുമ്പിലുള്ള വസ്തുത. ഇവിടെ സനീഷ് ചോദിച്ച 2 ചോദ്യമാണ്. ഒന്ന്, ഇപ്പോൾ ഈ അതിർത്തിയിൽ തടഞ്ഞു നിർത്തിയതിന് ശേഷം ശ്രീ നരേന്ദ്രസിംഗ് തോമർ ഇപ്പോൾ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ഇവിടെ പറഞ്ഞതുപോലെ ഈ നിയമത്തിന്റെ ഗുണഗണങ്ങളായിരുന്നു ശ്രീ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ വിശദീകരിച്ചത്, BJP നേതാക്കന്മാർ വിശദീകരിക്കുന്നത്. ഒന്നാമത്തേത്, ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ കർഷകരെയൊക്കെ തെരുവിൽ ഇറക്കി അവരെ ശത്രുക്കളെ പോലെ ടിയർ ഗ്യാസും അതുപോലെ തന്നെ ബുള്ളറ്റും ഒക്കെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തിയതിന് ശേഷമാണോ ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്? അതാണോ ജനാധിപത്യ മര്യാദ? ഏതായാലും ഈ ഒരു സമരം അവർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമല്ലല്ലോ. കഴിഞ്ഞ 3 മാസക്കാലമായി ഇപ്രകാരം വരുന്ന 26, 27 തീയതികളിൽ ഡൽഹിയിലേക്ക് കർഷകർ മാർച്ച് നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. 120ഓളം സ്വതന്ത്ര കർഷക സംഘടനകളാണ് അപ്രകാരം തീരുമാനമെടുത്തത്. 26-ാം തീയതി കേന്ദ്ര തൊഴിലാളി സംഘടനകൾ തൊഴിൽ നിയമങ്ങൾക്കെതിരായി അഖിലേന്ത്യാ പൊതുപണിമുടക്ക് നടത്തി. അപ്പൊ ആ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് കർഷകരും ആവശ്യപ്പെട്ടത് കർഷക തൊഴിലാളി കൂട്ടായ്മയായി ഈ സമരത്തെ മാറ്റിയെടുക്കണം. കാരണം തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് നിലവിലുള്ള 44 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായി ഏകപക്ഷീയമായി ഗവൺമെന്റ് വെട്ടിച്ചുരുക്കി. അതുപോലെ കർഷകരുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന തരത്തിൽ നിലവിലുള്ള കാർഷിക നിയമങ്ങൾ അവര് പൊളിച്ചെഴുതുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആവശ്യമാണ് എന്ന് ഈ സംഘടനകൾ തന്നെ മുന്നോട്ട് വെച്ചു. അന്നൊന്നും ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഇവർ ഈ ട്രാക്ടറും പിടിച്ച് വണ്ടിയും പിടിച്ച് അതിർത്തിയിലെത്തിയപ്പോൾ അതിർത്തിയൊക്കെ തന്നെ സനീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കാശ്മീർ അതിർത്തി അടയ്ക്കുന്നത് പോലെ, പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും അതിർത്തി അടയ്ക്കുന്നത് പോലെ ഇവരെ ശത്രുക്കളെ പോലെ കാണുകയാണ്. ഇന്നൊരു കർഷകൻ പറഞ്ഞത് ഞാൻ കേട്ടത്, ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർന്ന നാടാണിത്. ഇവിടെ ജവാനെയും കിസാനെയും രണ്ടായി കണ്ടുകൊണ്ടാണ് ജവാനെ ഉപയോഗിച്ച് കിസാനെ അടിച്ചമർത്തുന്ന ഒരു ഗവൺമെന്റായി ഇന്ത്യ ഗവൺമെന്റ് മാറിയിരിക്കുന്നുവെന്ന് രോഷത്തോടുകൂടി ഒരു പഞ്ചാബിലെ കർഷകൻ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ അർത്ഥത്തിലല്ലല്ലോ ജനാധിപത്യത്തിൽ ഒരു സമരത്തെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്, ആശങ്കകൾ ദൂരീകരിക്കുവാൻ ഇടപെടേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും മറ്റ് ഗത്യന്തരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നർത്ഥം. ഇവിടെ അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ സമരപരിപാടികൾ. ഇനി ഈ ബില്ലുകളും ഈ നിയമത്തിന്റെ മെരിറ്റിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവിടെ ശ്രീ ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു, ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള ഒരു ഇടമുണ്ടാക്കുമെന്നാണ്. ഈ APMC എന്ന് പറയുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റികളെ ഇല്ലാതാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് ആരാണ് ശ്രീ ജയചന്ദ്രൻ വരാൻ പോകുന്നത്? അവിടെ വരാൻ പോകുന്നത് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനുകളാണോ? അവിടെ വരാൻ പോകുന്നത് നബാർഡാണോ? അവിടെ വരാൻ പോകുന്നത് FCI ആണോ? അവിടെ വരാൻ പോകുന്നത് കുത്തക കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്. അതിനനുകൂലമായിട്ടാണല്ലോ നിങ്ങൾ അവശ്യ വസ്തു നിയമം ഭേദഗതി ചെയ്തത്.
അതിനനുകൂലമാണല്ലോ ഈ മണ്ഡി ബില്ല് നിങ്ങൾ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർഷകർക്ക് ആശങ്കയുള്ളത്. ഈ കമ്മിറ്റികൾ മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ ശ്രീ ജയചന്ദ്രൻ പറയുന്നത് പോലെ ഇടനിലക്കാരില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. 928 നിയമം ഭേദഗതി ചെയ്യണ്ട എന്നും എനിക്ക് അവകാശമില്ല. പക്ഷേ തലവേദനയുടെ പരിഹാരം തല വെട്ടിമാറ്റുക എന്നുള്ളതല്ല ശ്രീ ജയചന്ദ്രൻ. ശ്രീ VT കൃഷ്ണമാചാരിയുടെ കാലം മുതൽ സ്വാമിനാഥൻ കമ്മീഷൻ വരെയുള്ള കാർഷിക കമ്മീഷനുകൾ കാലാകാലങ്ങളിൽ അധികാരത്തിലിരുന്ന കേന്ദ്ര ഗവൺമെന്റുകൾക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള കാർഷിക പുരോഗതിക്കായിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് സമയമുള്ളവർ ഒന്ന് പഠിച്ചു നോക്കുക. കൃഷ്ണമാചാരി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് വരെ ഏതാണ്ട് ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കും, കാർഷിക മേഖലയിൽ കൃഷിക്കാർ ചെലവാക്കുന്ന പൈസയുടെ 50% ലാഭം കിട്ടുന്ന രീതിയിൽ അവർക്ക് താങ്ങുവില നിശ്ചയിക്കും, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വിപണി സൗകര്യം ഉണ്ടാക്കും, ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടന്ന് നശിച്ചു പോകാതിരിക്കാൻ സ്റ്റോറേജ് സംവിധാനം ഉണ്ടാക്കണം. ഇതൊക്കെ തന്നെയാണ് ഈ കാലാകാലങ്ങളിൽ ഈ കമ്മീഷനുകൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ അവഗണിച്ചിട്ട് നമ്മുടെ കർഷകൻ കൃഷി ചെയ്യുന്നില്ലേ? അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന സംസ്ഥാനാന്തര വിപണനം നടത്തുക എന്നത് കർഷകർക്ക്, അതായത് എവിടെയാണ് തങ്ങളുടെ വിപണി എന്നത് ഒന്നിനാലും തടസ്സപ്പെടുത്താതെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുക, ഗുണം ചെയ്യുകയില്ലേ? അദ്ദേഹം അതാണ് പറയുന്നത്. പ്രധാനമായിട്ടൊരു വാദം അതാണ്. അല്ല, അതാരും തർക്കിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് GST ഒക്കെ വന്നു കഴിഞ്ഞതോടുകൂടി ഈ സംസ്ഥാനാന്തര വിപണനത്തിന്റെ ഒക്കെ സാധ്യത വല്ലാതെ ചുരുങ്ങി പോയിട്ടുണ്ട്. അതൊന്നും വലിയ തമിഴ്നാട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് സാധനം വരുന്നത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വലിയ വില വ്യത്യാസമൊന്നുമില്ല. അത് ശരിയാണ്. നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി 1 കിലോ തക്കാളി വാങ്ങിക്കുമ്പോൾ കേരളത്തിലെ വില തന്നെയാണ് മധുരയിലെ വിലയെ കൊടുക്കേണ്ടി. ഞാൻ പല പ്രാവശ്യം പോയി കണ്ടിട്ടുള്ളതാ. ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആള് തന്നെയാണ്. അതൊന്നും അത്ര വലിയ വിലയൊന്നുമില്ല. മാത്രവുമല്ല, ഒരു ഒറ്റ ടാക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യ മാറിയില്ലേ? അതെ, അത് ശരിയാണ്, അത് ശരിയാണ്. ആ സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ ഒരു വലിയ വ്യത്യാസം, തങ്ങളുടെ വിപണിക്ക്, തങ്ങളുടെ ഉൽപ്പന്നത്തിന് മറ്റൊരു സംസ്ഥാനത്ത് വലിയ വില വ്യത്യാസമുണ്ട്, അവിടെ കൊണ്ടുപോയി വിറ്റ് കളയാമെന്നത് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ചെയ്യാനിടയില്ല എന്ന് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഈ സംവിധാനങ്ങൾക്ക് ചില കുഴപ്പങ്ങൾ ഉണ്ടാകും, നിയമങ്ങൾ പഴയതായിരിക്കാം, പക്ഷേ ആ നിയമങ്ങൾ പുതുക്കുമ്പോൾ കർഷകർക്ക് അനുകൂലമായിട്ടാണല്ലോ വരേണ്ടത്. APMC സംവിധാനം, ഈ മണ്ഡി സ്ട്രക്ചർ പോലുള്ള കാര്യങ്ങൾ, അതിൻ്റെതായുള്ള ദോഷങ്ങൾക്കൊപ്പം തന്നെ അതൊരു വലിയ ഒരു ആവാസ വ്യവസ്ഥയെ, അതായത് ഈ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ, അതിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾ എല്ലാം ചേർന്നൊരു വലിയ സംവിധാനം, ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടതിനെ അപ്പാടെ തകർത്ത് പുതിയ നിയമം വരികയാണല്ലോ. അത് യഥാർത്ഥത്തിൽ ശ്രീ ദേവരാജനടക്കമുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? അതായത് അതിൻ്റെ ആത്യന്തിക ഗുണഫലം ലഭിക്കുക ഈ കർഷകർക്കായിരിക്കുകയില്ല. ഇത്തരം രാജ്യത്തെ ഒന്നാകെ ഒറ്റ വിപണിയായിട്ട് കണ്ട് അതിനകത്ത് അവരവരുടെ താല്പര്യങ്ങളെ ഇൻവെസ്റ്റ് ചെയ്ത് വിജയിപ്പിച്ച് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വൻകിട കമ്പനികൾക്കായിരിക്കും എന്നാണ്. അത് യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടുന്നൊരു വിഷയമല്ലേ? ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമല്ലേ? ഇവിടെ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇദ്ദേഹമൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും, ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഉദിച്ച ഒരു വലിയ ആശയമാണ് ഇത് എന്നും, ഇത് ചർച്ച നടക്കാതെ തയ്യാറാക്കിയതാണ് എന്നൊക്കെയുള്ള അടിസ്ഥാനത്തിലാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, 2019 കോൺഗ്രസും അകാലിദളും ഉൾപ്പെടെ ഇന്ത്യൻ പാർലമെന്റിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടെയുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഈ ചർച്ച പഠിച്ചതിന് ശേഷം അവർ വെച്ച റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലല്ലേ ഈ നിയമത്തിലേക്ക് എത്തിയത്? മാത്രമല്ല, താങ്കൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്, നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങളെ ഉടച്ചുമാർത്ത് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് BJPക്ക് ജനങ്ങൾ അധികാരം നൽകിയത്. നിലവിലുണ്ടായിരുന്ന സംവിധാനത്തിൽ കർഷകർ ആത്മഹത്യ ചെയ്യുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവർക്ക് വിൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അനുഭവം ഉണ്ടായി. തക്കാളിയുടെ വില പറഞ്ഞ ദേവരാജിന് എന്തുകൊണ്ടാണ് കശുവണ്ടിയുടെ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ കേരളത്തിലടക്കം വിദേശ നാണയം നേടിക്കുന്നത് അതിനെക്കുറിച്ച് വിസ്മരിച്ചു പോയത്? അപ്പം ഞാൻ പറയുന്നത്, ഇത് നേരത്തെ ഇദ്ദേഹം ഇവരൊക്കെ പറഞ്ഞ മാതിരിയില്ല, ഭരണഘടനാപരമായി BJP കിട്ടിയ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇന്ത്യയിൽ അസാധ്യമാണ്. ഞാനൊരു ജനാധിപത്യവാദി എന്ന്, ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ എന്തൊക്കെ പോരായ്മയുണ്ടെങ്കിലും ഇത്തരം മൃഗീയമായ കാര്യങ്ങൾ ചെയ്ത രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാർട്ടിയുടെ അടിയന്തരാവസ്ഥയെ ജനങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ടല്ലോ. കിരീടവും ചെങ്കോലും ഒന്നും കാലാകാലം ഒരാൾക്ക് അങ്ങ് എന്താ പറയുക, അങ്ങ് ചാർത്തി കിട്ടുന്നതൊന്നുമല്ല ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത്. 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ വിലയിരുത്തും, അത് ജനപക്ഷത്തുള്ളതാണെങ്കിൽ ജനം സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇതിനേക്കാൾ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും കൂടെ 100 തികയാത്തത്. ഒരുപക്ഷെ അവർ ചെയ്ത കാലത്തെ പ്രവർത്തനങ്ങളാവാം. ഈ ഗവൺമെന്റ് എന്തായാലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നിശ്ചയിച്ച് കർഷകരുടെ ആത്മഹത്യയും കർഷകരുടെ വേദനയും പരിവേദനകളും അവസാനിപ്പിക്കണം. അതിനെന്താണ് പ്രധാനപ്പെട്ടത്? രാഷ്ട്രീയ യജമാനമാണ് നിശ്ചയിക്കുക. നേരത്തെ പറഞ്ഞ ഒരു തൊഴിലും ചെയ്യാത്ത മണ്ടികൾ. ഞാൻ എൻ്റെ ഏവരെ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇത്ര പെർഫെക്റ്റായ ഒരു സംവിധാനമാണ് APMC എങ്കിൽ താങ്കൾ കൂടി ഉൾപ്പെടുത്ത കേരളത്തിൽ എന്താ APMC ഇല്ലാത്തത്? ഇനി ഈ താങ്ങുവില നിശ്ചയിച്ചാൽ എല്ലാം പരിഹരിക്കപ്പെടുമെങ്കിൽ
എന്തിനാ കുട്ടനാട്ടിലെ കർഷകരുടെയും കുട്ടനാട്ടെയും പാലക്കാട്ടെയും നെൽകർഷകർ ഇപ്പോഴും താങ്ങുവിലയ്ക്ക് പ്രഖ്യാപിച്ചിട്ട് പോലും അവരുടെ വില കിട്ടാനുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നത്? ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇത്തരത്തിൽ വിൽച്ചേച്ച കാര്യങ്ങളിൽ പോലും നിയന്ത്രിക്കുന്നത് വൻകിട ചില യജമാനന്മാരാണ്. അവർ അധ്വാനിക്കുന്നവരല്ല. ഇനി കർഷകർക്ക് ചില അവരുടെ ഉൽപ്പന്നങ്ങൾ ശാസ്ത്രീയവൽക്കരിക്കാൻ, ആധുനിക ടെക്നോളജി എത്തിക്കാൻ അവർക്ക് വേണമെങ്കിൽ ചില ഏജൻസികളുമായി വ്യാപാരികളുമായി മുൻകൂർ കരാറിൽ ഏർപ്പെടാം. അവർക്ക് അതിനുതകുന്ന ആധുനിക വിത്തുകൾ, ആധുനിക സാങ്കേതിക വിദ്യ, ആധുനിക ടെക്നോളജി ഇതൊക്കെ അവർക്ക് ഉപയോഗിച്ചിട്ട് ഈ കർഷകരുടെ വിപണിയിൽ നിന്ന് അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എത്ര വിലക്കെടുക്കാമെന്ന് അവർക്ക് അഡ്വാൻസ് കരാറിലെത്താം. അല്ല, അത്തരം കാര്യങ്ങൾ ഈ കരാർ അവർക്ക് പാലിക്കപ്പെടാനുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ APMC പോലുള്ള സംവിധാനങ്ങൾ ഇടനിലക്കാരെ മാറ്റി നിർത്തിയിട്ട് കുറെ കൂടെ വലിയ ഇടനിലക്കാർക്ക് ഇതിൻ്റെ അകത്ത് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല ശ്രീ ജയേന്ദ്രൻ, നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, പഞ്ചാബിൽ ഈ BJP അനുകൂല കർഷക സംഘടനകൾ വരെയും ഇതിനെ എതിർക്കുകയാണെന്നാണ്. നിങ്ങൾക്കൊപ്പം അടിയുറച്ചു നിന്നിരുന്ന ശിരോമണി അകാലിദൾ അവരുടെ മന്ത്രി ഹർസിമത് കൗർ അവിടെ നിന്ന് രാജിവെച്ച് പോകുന്നതും ഇതേ വിഷയത്തിലാണ്. എന്ന് വെച്ചാൽ എടുത്തിരിക്കുന്ന BJP മാത്രം ഇത് ഗംഭീര സംഗതിയാണ്, നിയമമാണെന്ന് പറയുമ്പോൾ BJPക്കൊപ്പം ഉറച്ചു നിന്നിരുന്ന ശിരോമണി അകാലിദളിന് പോലും ആ അഭിപ്രായമില്ല. 500 സംഘടനകൾ ഒന്നിച്ചു നിന്ന് വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് ദില്ലിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. അപ്പോൾ BJPക്ക് മാത്രമേ ഈ അഭിപ്രായമുള്ളൂ എന്ന് കാണേണ്ടി വരും. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ നമ്മുടെ പക്ഷത്തായിരുമായിരുന്നില്ല. പിന്നീട് അകാലിദളിന്റെ മന്ത്രി രാജിവെച്ച കാരണം ഇത് മാത്രമൊന്നുമല്ല. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയും, ഇതല്ല ഞങ്ങൾ ഈ പറഞ്ഞ കർഷക വിരുദ്ധം മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളും ഈ തരത്തിൽ മണ്ടികളെ നിയന്ത്രിക്കുന്ന വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് പരസ്യമാണ്. ഞാൻ പറഞ്ഞു, ഇത്തരം ആളുകൾക്ക് കൈ പൊള്ളിയിട്ടുണ്ട്, സത്യമാണത്. അവരുടെ മേലനങ്ങാതെ പണിയെടുത്ത ഇത്തരം ആളുകൾക്കും കൊള്ളപ്പലിശയ്ക്ക് കർഷകർക്ക് പണം കൊടുക്കുന്ന ആളുകൾക്കും വലിയ വരുമാന നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകൾ ഈ സമരത്തിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കയറൂരി വിടാനുമുണ്ട്. അപ്പോഴും ഞങ്ങൾ പറയുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ തെറ്റിദ്ധാരണ പോലും മാറ്റാൻ സർക്കാർ ഒരുക്കമാണ്. എന്താണ് ഇതിനെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ ആൾ പറയുന്നത്? ഇതെന്തായാലും ഇപ്പം നടപ്പിലാക്കരുത്, നിങ്ങളൊരു സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന് പറഞ്ഞാൽ ഇത് നടപ്പിലാക്കുന്നത് ഇനിയും അവശേഷിക്കണം, ഇനിയും നീണ്ടി പോകണം എന്ന് പറഞ്ഞാൽ ഇനിയും കർഷകർ ആത്മഹത്യ ചെയ്യണം. അങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുമായിരുന്ന വലിയ സൗകര്യങ്ങൾ നഷ്ടപ്പെടണം. ഞങ്ങൾ ഉറക്കെ പറയുന്നത് ഇവിടെ ഇത് കർഷകരുടെ ആഭിമുഖ്യമുള്ള കർഷകരുടെ ഗുണപരമായ ഒരു വലിയ നിയമമാണ്. ആധുനിക കാലഘട്ടത്തിലെ കർഷകരെ പുതിയ ടെക്നോളജിയും പുതിയ സംവിധാനങ്ങളും ഇന്ന് വരെ മണ്ടികൾ വില നിശ്ചയിച്ചെടുത്ത് കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നിടത്തും ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ കർഷകർ നേരിട്ട് വില നിശ്ചയിക്കുന്ന അവർക്ക് അനുകൂലമായുള്ള സാഹചര്യമല്ല ഉണ്ടാവുക. അപ്പോഴും വലിയ കോർപ്പറേറ്റുകളാണ് നേട്ടമുണ്ടാക്കുക. അത് ഇതേക്കാൾ വലിയ ദുരന്തമായിരിക്കും എന്നാണല്ലോ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ദേവരാജ, ഞാൻ താങ്കളിലേക്ക് ആണ് ഇടവേളയ്ക്ക് ശേഷം വരിക. കുറച്ചു നേരം കൂടെ താങ്കൾ തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ടുപേരും ചെറിയ ഇടവേളയിലേക്ക്. ഇതിനകത്ത് ശ്രീ ജയചന്ദ്രൻ, ഇങ്ങനെ ഉറപ്പുള്ളൊരു കർഷകാനുകൂല നിയമമാണിത്, അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പാർലമെന്റിലെ പ്രൊസീഡിങ്സ് അപ്പാടെ പാലിക്കാൻ തയ്യാറായില്ല? മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് ചർച്ചകളൊന്നുമില്ലാതെ നിയമം ഉണ്ടാക്കിയെടുത്തു എന്ന ചോദ്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം അതോട് ചേർത്ത് ഇപ്പോൾ അവർ ചോദിക്കുന്നത്, കണ്ടില്ലേ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പേരിങ്ങനെ ഡൽഹിയിലേക്ക് വരുമ്പോൾ അവർക്ക് നേരെ അതിശക്തമായിട്ട് ഇങ്ങനെ അടിച്ചമർത്തൽ നിലപാട് നയം പ്രയോഗിക്കുന്നത്, പോലീസിനെയും സേനാ വിഭാഗങ്ങളെയും ഒക്കെ പ്രയോഗിക്കുന്നത് ഈ നിയമം ശരിയല്ല, അതിനെതിരെ കർഷകർ പലതോതിൽ വരും എന്നതുകൊണ്ടാണ്, അത് ഭയന്നിട്ടാണെന്നാണ്. അതിനുള്ള വിശദീകരണം എന്താകും, മറുപടി എന്താകും BJPയുടേത്? അല്ല സനീഷ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആശങ്കകൾ ഉള്ളവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിന് ജനാധിപത്യ രീതിയുണ്ട്. ആ സമരത്തെ അത് കല്ലെടുത്ത് ഉപയോഗിച്ച് പോലീസ് സേനയെ ആക്രമിക്കുകയും അവരുടെ ബാരിക്കേഡുകൾ തകർത്ത് പുഴയിലെറിയുകയും ചെയ്യുമ്പോൾ ഈ ഒരു കലാപത്തിന് അഴിഞ്ഞാടുന്ന അവസരം കൊടുക്കാൻ ഗവൺമെന്റിന് സാധിക്കുമോ? അതുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത് നിങ്ങൾക്കുള്ള ആശങ്കകൾ നമുക്ക് പരിഹരിക്കാം. മാത്രമല്ല ശ്രദ്ധിക്കപ്പെടേണ്ടത്, പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ സമരം ആളിപ്പടരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം കർഷകർ, താങ്കൾ ഈ പറഞ്ഞ 200 ചില്ലാണം, ചിലർ 300 ചില്ലാണം കർഷക സംഘടനകളുടെ പിന്തുണയ്ക്ക് അവകാശപ്പെടുന്നു? എന്തുകൊണ്ടാണ് ഒരു മാസ് ആയിട്ട് അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാത്തത്? മാത്രമല്ല ദേവരാജൻ വളരെ വ്യക്തമായി പറഞ്ഞു, ജനങ്ങളിൽ നിന്നും പരാജയപ്പെട്ട മുന്നണികൾ കർഷകരെയും തൊഴിലാളികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് 26, 27 തീയതികൾ ആസൂത്രണം ചെയ്തത്. ഒരൊറ്റ നിമിഷം ശ്രീ ക്ഷമിക്കണം, അദ്ദേഹത്തിലേക്ക് ഒന്നുകൂടെ പോകണം. അദ്ദേഹത്തിന് ഇടയ്ക്ക് കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയേന്ദ്രൻ, ഒരു നിമിഷം. ശ്രീ ദേവരാജൻ, ഇവിടെ ഈ APMC സംവിധാനം എന്തുകൊണ്ടാണ് കർഷകർക്ക് ദ്രോഹമാണ് ചെയ്യുന്നത്?
ഒരു പണിയും എടുക്കാതെ ഇടനിലക്കാർ കാശുണ്ടാക്കുന്ന ഒരു സംവിധാനമാണത് എന്ന് BJP സർക്കാരാകെ തന്നെയും പറയുന്നത്. അത് ശരിയാണ്. ബ്രിട്ടീഷ് കാലം മുതലുള്ള അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി സംവിധാനം യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെടേണ്ടതാണോ? അതിന് നിയമം കൊണ്ടുവന്നാൽ അത് തെറ്റാകുമോ? അതൊരു പക്ഷേ കേരളത്തിൽ പരിചയമുള്ള സംവിധാനമല്ല. ഈ APMC എന്ന് പറയുന്നത് പഴയ സംവിധാനമല്ല, അത് ഇടക്കാലത്തുണ്ടായ ഒരു സംവിധാനമാണ്. പണ്ടുണ്ടായിരുന്ന സംവിധാനം ഉറപ്പായിട്ട് ഈ മണ്ഡി സംവിധാനങ്ങളുണ്ട്. ആ മണ്ടിയിൽ ഇടനിലക്കാർ ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവർക്ക് അവരുടേതായ പരിമിതമായ സ്റ്റോറേജ് സംവിധാനം ഉപയോഗിച്ച് അവര് സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ഇത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഇപ്രകാരമുള്ള ഇടനിലക്കാർ മാത്രമല്ല, കുത്തകകൾ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ്, കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പരിപ്പ് വിഭാഗങ്ങളുടെ വില ഭയങ്കരമായി കുതിച്ചുയർന്നു. അത് പലതരം പരിപ്പെന്ന് പറയുന്നത് വടക്കേ ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഒന്നാണല്ലോ. അതിന്റെ വില കുതിച്ചുയരാൻ കാരണമായി കണ്ടെത്തിയത് എന്താണ്? ഈ പരിപ്പ് വർഗം മുഴുവൻ അംബാനിയുടെ കമ്പനി നേരിട്ട് വാങ്ങി സ്റ്റോറേജുകളിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഇത് കണ്ടുപിടിച്ചല്ലേ. അവരാണിത്, ഈ കുത്തകകൾ, ഈ മണ്ടിയിലെ ഈ പറഞ്ഞ നേരത്തെയുള്ള ഇടനിലക്കാരുടെ സ്ഥാനത്തേക്ക് ഇപ്രകാരമുള്ള കുത്തകകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഉരുളക്കിഴങ്ങിന്റെ ചിപ്സ് എന്ന് പറഞ്ഞിട്ട് 20 രൂപയ്ക്ക് കിട്ടുന്ന കാറ്റ് നിറച്ച് തലയിണ പോലെയുള്ള ഒരു പാക്കറ്റാണ്. അത് വാങ്ങി നമ്മൾ പൊട്ടിച്ചു നോക്കിയാൽ നമുക്ക് എണ്ണി എടുക്കാം, കൂടി പോയാൽ 12ഓ 15ഓ കഷണങ്ങൾ അല്ലാതെ അതിൽ കൂടുതൽ ഉണ്ടാവില്ല. നിറയെ കാറ്റ് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പാക്കറ്റാണ് ഇത്. ഈ ഉരുളക്കിഴങ്ങ് യഥാർത്ഥത്തിൽ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വില നിശ്ചയിക്കപ്പെടുകയാണ്. ആ വില നിശ്ചയിക്കപ്പെട്ടത് ഈ ചിപ്സ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നേരിട്ട് പോകുന്നത്. അക്കാര്യത്തിൽ അവിടെ അംബാനിയുണ്ട്, അദാനിയുണ്ട്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ പുതിയ രൂപങ്ങളുണ്ട്, പെപ്സി കമ്പനിയുടെ പുതിയ രൂപമുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞ ഇടനിലക്കാരല്ല. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ചില മണ്ടികളിലെ തങ്ങൾക്ക് കൂടി അറിയാവുന്ന കർഷകരുടെ കൂടി പരിചയക്കാരായ ആളുകളുമായി കർഷകർക്ക് വില പേശാൻ എളുപ്പമാണ്. അതേസമയം കോട്ടും സൂട്ടും ധരിച്ച് ടൈയും കെട്ടി വരുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഈ മാനേജർമാരുമായി അക്ഷരാഭ്യാസമില്ലാത്ത, കണക്കുകളുടെ കുസൃതികൾ അറിയാത്ത ഒരു നിമിഷം ശ്രീ ദേവരാജൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ കൃഷ്ണപ്രസാദ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം ഒരു യോഗത്തിനകത്തൊക്കെയാണ്, അവിടെ സമരത്തിന്റെ തിരക്കിലാണ്. ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. ഒരൊറ്റ നിമിഷം ഞാൻ വരാം. ശ്രീ കൃഷ്ണപ്രസാദ്, എന്താണ് സമരക്കാരുടെ തീരുമാനം? 3-ാം തീയതി ചർച്ചയാകാമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ടല്ലോ. 3-ാം തീയതി കൊണ്ട് പരിഹരിക്കപ്പെടും, സമരം നിർത്തി തിരിഞ്ഞു പോകാനാകും എന്നൊരു പ്രതീക്ഷയുണ്ടോ? നിങ്ങളുടെ ആ ചോദ്യത്തിലൊരു വല്ലാത്തൊരു തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും ഒരു സമരം നടത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട്, അങ്ങനെയൊന്നും അല്ല ഈ കർഷകർ വന്നിട്ടുള്ളത്. ഈ കർഷകർ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അതായത് ഈ 3-ാം തീയതി ചർച്ചയിൽ കേന്ദ്ര സർക്കാർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമോ എന്നതായിരുന്നു ആ ചോദ്യത്തിനർത്ഥം. ആ മട്ടിൽ 3-ാം തീയതി വിളിച്ച ചർച്ച ഒന്നും ഈ സൂചിപ്പിച്ച രൂപത്തിലേക്ക് കർഷകർ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ നേരത്തെ അവർ നടത്തിയ സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന പഞ്ചാബിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ച പോലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളൂ. ഈ സമരം വരുന്ന തടയാനാണ് 3-ാം തീയതി അവർ വീണ്ടും ഈ പറഞ്ഞ ചർച്ച വെച്ചത്. ഈ ചർച്ച പഞ്ചാബിന്റെ മാത്രം സമരമായിട്ട് ചുരുക്കി കാണിച്ചുകൊണ്ട് ചർച്ച നടത്തി പരിഹരിക്കാവുന്നതല്ല. ഈ സമരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ കാർഷിക മേഖലയെ തകർക്കുന്ന 3 നിയമങ്ങൾ, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, അത് പിൻവലിക്കുന്നത് വരെയുള്ള സമരമാണ്. ആ വിഷയം അജണ്ടയിൽ എടുക്കാൻ വേണ്ടി പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇവർക്ക് ഡൽഹിയിലേക്ക് വരാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന നിലപാടെടുത്ത കേന്ദ്ര ഗവൺമെന്റിന് ഇന്ന് ആ പറഞ്ഞ ബാരിക്കേഡുകളെല്ലാം മാറ്റി കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അത് കർഷകനെ എടുത്തു മാറ്റിയപ്പോൾ ഇവിടെ അത് എടുത്തു മാറ്റും എന്നുള്ളത് കൊണ്ട് അവർക്ക് നിവൃത്തിയില്ലാതെയാണ് മാറ്റിക്കൊടുത്തത്. അവിടെ ശ്രീ കൃഷ്ണപ്രസാദ്, ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP നേതാവ് ആവർത്തിച്ച് പറയുന്നത്, ശ്രീ ജയചന്ദ്രൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിലെ സംഘടനകൾ മാത്രമാണുള്ളത്, ആ കർഷകർ മാത്രമാണ് എന്ന് മാത്രമല്ല ഇവരെല്ലാം കർഷകർ തന്നെയാണ് എന്ന് പോലും ഉറപ്പില്ല, രാഷ്ട്രീയ പ്രേരിതമായുള്ള ഒരു സമരമാണ് ഈ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊന്നും മറുപടി പറഞ്ഞ് സമയം കളയാൻ തന്നെ എന്ന് വെച്ചാൽ കർഷകർ തന്നെയാണ് എല്ലാവരും, ആ തരത്തിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കും. അവിടെ ആളുകൾ ഈ രൂപത്തിൽ ചർച്ച ചെയ്യുന്നവരോട് എന്ത് മറുപടി പറയാൻ പറ്റും?
അതാണല്ലോ പുറത്ത് കേൾക്കുന്നത്. അതിന് മറുപടി പറയേണ്ടതായി വരും, ആളുകൾക്ക് ബോധ്യപ്പെടാനാണല്ലോ. അതുപോലെ ശ്രീ കൃഷ്ണപ്രസാദ്, ഇവിടെ എത്ര ദിവസത്തെ സമരത്തേക്ക് വന്നിട്ടുള്ളത്? ഈ സമരത്തിൽ നിങ്ങൾ 70 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാത്ത വിധത്തിലുള്ള കർഷകരുടെയും തൊഴിലാളികളുടെയും ഐക്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. 30 കോടിയിലേറെ ആളുകളാണ് ഇന്നലത്തെ ഈ അഖിലേന്ത്യാ തൊഴിലാളി പണിമുടക്കിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന BMS-ന്റെ യൂണിയനുകൾ പോലും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ദേവരാജൻ അതിന്റെ നേതൃത്വത്തിരിക്കുന്നയാളാണ്, അദ്ദേഹത്തെ അറിയാം. അതിൽ BMS മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ താഴെ സമരത്തിൽ പങ്കെടുക്കൂ, എന്നിട്ട് നമുക്ക് ഭാവിയിൽ ഐക്യം ഉണ്ടാക്കാമെന്നാണ് അവരോട് കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാജ്യത്തെ തൊഴിലാളികൾ അവർ ഒരുമിച്ച് കർഷക സമരത്തിന് പിന്തുണ കൊടുത്തിരിക്കുന്നു, തൊഴിലാളികളുടെ സമരത്തിന് കർഷക പിന്തുണ കൊടുത്തിരിക്കുന്നു. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ നിലനിർത്തുന്ന 2 പ്രധാനപ്പെട്ട ഉൽപാദന വർഗങ്ങളാണ് തൊഴിലാളികളും കർഷകരും. 70 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഐക്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു കാലഘട്ടമാണത്. ശരി ശരി. ഈ സമരങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ നയങ്ങൾ തിരുത്തിക്കണം, അതാണ് പ്രധാനം. നിങ്ങൾ തന്നെ 8 മണിക്കൂർ പണിയെടുക്കേണ്ട ഒരു മീഡിയ പ്രവർത്തകന് 12 മണിക്കൂർ വരെ നിങ്ങൾ പണിയെടുപ്പിക്കാമെന്നുള്ള നിയമഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് ഇവര്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ശരിയാണത്, 8 മണിക്കൂർ പണിയെടുക്കുന്ന നിങ്ങളുടെ അവകാശമല്ലേ? അതെ അതെ അതെ. ആ കർഷകർക്കും അനുകൂലമായിട്ടുള്ള നിലപാട് വരാൻ താങ്കളിലേക്ക് ശ്രീ ദേവരാജൻ ഒന്ന് പോകണം. അതുകൊണ്ടാണ് ശ്രീ ദേവരാജൻ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ താങ്കൾ കൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രീ കൃഷ്ണപ്രസാദ് ഇപ്പോഴും ആവർത്തിച്ചത്. അതാണ് സമരത്തിൻ്റെ ഒരു നില. ശ്രീ ദേവരാജൻ പക്ഷേ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഈ 3-ാം തീയതി ചർച്ചയൊന്നും എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ല കേന്ദ്രം വിളിച്ചിട്ടുള്ളത്. ഈ പ്രധാനപ്പെട്ട കേസ്, ഈ 3 കാർഷിക നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചർച്ചയേ വേണ്ട എന്ന നിലപാടാണ് കേന്ദ്രത്തിനുള്ളത്. അത് ശ്രീ ജയചന്ദ്രൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. അനുകൂലമായിട്ടുള്ള നിലപാടാണ്, നിയമങ്ങളാണവ എന്ന കാര്യത്തിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാനാവുക ശ്രീ ദേവരാജൻ? സനീഷ്, നമ്മുടെ രാജ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജനാധിപത്യ രാജ്യമാണ്, ഒരു ഭരണഘടനാധിഷ്ഠിതമായ രാജ്യമാണ്. ഈ ഭരണഘടനയിൽ കൃഷി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്? കൃഷി സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു കേന്ദ്ര ഭേദഗതി കൊണ്ടുവരുമ്പോൾ സംസ്ഥാനങ്ങളുമായി കൂടി ആലോചിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയാണോ? അങ്ങനെ ആലോചിക്കേണ്ടതല്ലേ? വിവിധ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയ്ക്കനുസരിച്ചും ആവശ്യങ്ങൾക്കനുസരിച്ചുമുള്ള കൃഷിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കയറ്റുമതിയെ ആധാരമാക്കിയിട്ടുള്ള കൃഷികളുമാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ അരിയും ഗോതമ്പും ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ. പൂക്കൃഷി ഒരു വലിയ കൃഷിയായിട്ട് ഇന്ത്യയിൽ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹോർട്ടിക്കൾച്ചർ വളരെ വ്യാപകമായി. ഈ കോവിഡ് കാലത്ത് പൂക്കളൊന്നും കയറ്റി അയക്കാൻ കഴിയാതെ എത്ര കർഷകരാണ് ദുരിതം അനുഭവിക്കുന്നത്. പച്ചക്കറികൾ ഇന്ത്യയിൽ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്ന സാധനമല്ലേ, കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല ഈ കോവിഡ് പശ്ചാത്തലത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കർഷകര് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സമരം ചെയ്യാൻ വരുമ്പോൾ അത് സംസ്ഥാന വിഷയമാണെങ്കിൽ ആ സംസ്ഥാന വിഷയം ഒന്ന് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അവിടെയാണ് സഖാവ് കൃഷ്ണപ്രസാദ് ചൂണ്ടിക്കാണിച്ച ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത്. 3-ാം തീയതി ഈ സമരം പരിഹരിച്ച് കളയാം, ഈ ബില്ല് പിൻവലിക്കാം, നിയമം പിൻവലിക്കാം എന്നൊന്നും ഗവൺമെന്റ് പറയുമെന്ന് ആർക്കും പ്രതീക്ഷ വേണ്ട. കാരണം ശ്രീ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP-യുടെ നരേന്ദ്രമോദി വരെയുള്ള നേതാക്കന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഉപകാര സ്മരണ നിലനിർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ബോംബെ തുടങ്ങിയിട്ടുള്ള മണ്ഡികളിൽ ഈ പറഞ്ഞ അംബാനിയും അദാനിയും അതുപോലെയുള്ള ആളുകളും വിദേശ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ ഇപ്പോൾ ഈ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും നീക്കിയിരിക്കുകയാണ്. അത് കർഷകരെ സഹായിക്കാനാണ്. അപ്പോൾ കാർഷിക വിഭവങ്ങൾ, അതായത് നമുക്ക് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കാർഷിക വിഭവങ്ങൾ പോലും നമ്മൾ ഇറക്കുമതി ചെയ്യുവാൻ നിർബന്ധിതരാവുകയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എടുത്തു കളയുന്നതോടുകൂടി. അത് കർഷകർക്ക് ഗുണം ചെയ്യില്ല. നമ്മുടെ രാജ്യത്തെ കർഷകന് അവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾക്ക് അവനൊരു വിപണിയിൽ ഡിമാൻഡ് ഉണ്ടാവണം. അപ്പോഴാണ് അവന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, അപ്പോഴാണ് അവന് വരുമാനം ഉണ്ടാവുക. ആ വരുമാനം എങ്ങനെ വേണമെന്നുള്ളത് ഏറ്റവും അവസാനത്തെ കാർഷിക കമ്മീഷൻ, സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. C2+50 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൃഷിക്ക് ആവശ്യമായിട്ട് നിങ്ങൾ ചിലവഴിക്കുന്ന കോസ്റ്റിനേക്കാൾ 50% കൂടി ലാഭം കിട്ടത്തക്ക രീതിയിൽ 100 രൂപയാണ് നിങ്ങൾ കൃഷിക്കായി ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 150 രൂപ കിട്ടണം.
അത് ചെയ്തു കൊടുക്കാൻ കർഷകർ ആവശ്യപ്പെടുന്നത് മഹാ അപരാധമാണോ? അതാണ് അതിന്റെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം. അംഗീകരിക്കേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടെ വരുന്നില്ല ശ്രീ ദേവരാജൻ, നമുക്ക് സമയം കഴിഞ്ഞു. ശ്രീ ജയചന്ദ്രൻ, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കും. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. താങ്കൾ ഇതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴും അവരെ ഡൽഹിയുടെ അതിർത്തിയിൽ തടയാൻ ശ്രമിച്ചു, സകല സന്നാഹങ്ങളും ഉപയോഗിച്ചു. പക്ഷേ അവർ വളരെ കൂളായിട്ട് കടന്നു കയറി ഇങ്ങ് പോന്നു. നിങ്ങളുടെ ബാരിക്കേഡുകളെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു, ഈ വാഹനങ്ങൾ അങ്ങോട്ട് വലിച്ചു നീക്കി. അവരുടെ ട്രാക്ടറുകൾ എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ട്രാക്ടറുകൾ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിലേക്ക് കുതിച്ചങ്ങ് വന്നു. ഒടുവിൽ ചർച്ചയ്ക്ക് ശേഷം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാരിന് സമ്മതിക്കേണ്ടതായും വന്നു. അതുകൊണ്ട് എളുപ്പത്തിൽ അടങ്ങുന്നൊരു സമരമല്ല ഇത് എന്ന് ഇതിനകമുള്ള ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് സർക്കാരിന് രാഷ്ട്രീയമായിട്ട് വലിയ പ്രയാസമുണ്ടാകുന്ന നിലയുണ്ടാവുകയില്ലേ? അല്ല സനീഷ, ഈ സമരത്തിൻ്റെ ഞാൻ പറയേണ്ടത് മുഴുവൻ കൃഷ്ണപ്രസാദും ദേവരാജനും പറഞ്ഞു. ഈ സമരം ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കാൻ വന്നതല്ല. കേന്ദ്ര ഗവൺമെന്റ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് 30 കോടിയോളം പേര് ഇന്നലെ സമരം ചെയ്തു എന്നാണ്. ട്രേഡ് യൂണിയൻകാർ പറഞ്ഞത് 25 കോടിയുടെ കണക്കാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും ഹർത്താൽ ആഘോഷിക്കുന്ന ഒരു പതിവുള്ള കേരളത്തിന്റെ പുറത്ത് എന്തെങ്കിലും ചലനം ഈ സൃഷ്ടിച്ചതായിട്ട് തോന്നുന്നില്ല. ഇനി ഉണ്ടെങ്കിലും നല്ല കാര്യം, തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യോജിക്കുന്നതിൽ നമ്മൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ദേവരാജൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇപ്പൊ കുത്തകകൾ ഈ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇത്തരം ഒരുപാട് കമ്മീഷണറുടെ കഥ അദ്ദേഹം പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് അതേതാണ്ട് സിറ്റി ബസ് പോലെയാണ്. ഒരു ബസ് പോയാൽ അടുത്തത് വരും. ഞാൻ ചോദിക്കട്ടെ ദേവരാജൻ, ഈ തരത്തിൽ നിരവധി കമ്മീഷനുകൾ ഇന്ത്യ മഹാരാജ്യത്ത് കർഷകർക്ക് വേണ്ടി ഉണ്ടായിട്ട് താങ്കളുടെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഒരു സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഏറെക്കാലം ഈ രാജ്യം ഭരിച്ചില്ലേ? കൊച്ചു കേരളത്തിൽ സ്വാമിനാഥൻ ഉൾപ്പെടെയുള്ള കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളോട് നിങ്ങൾ കാണിച്ച മനോഭാവം എന്താ? ഇത്തരം ചർച്ചകൾ ഉദ്ധരിക്കുമെന്നല്ല, ഈ കമ്മീഷനുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ അട്ടപ്പാടിയിലും വയനാട്ടിലും ഒന്നും ഈ കർഷകർ കെട്ടിത്തൂങ്ങി മരിക്കില്ലായിരുന്നു സർ. അതുകൊണ്ട് നിങ്ങൾക്ക് ചർച്ചയിൽ പറയാനുള്ളത് മാത്രമാണ്. ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ സനീഷേ, ഉരുളക്കിഴങ്ങ് ചിപ്സിനെ കുറിച്ച് പറഞ്ഞത് ദേവരാജൻ, നിങ്ങൾക്ക് തൊടാൻ ധൈര്യം ഉണ്ടായിരുന്നോ മാഗി നൂഡിൽസ്? ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായി വന്നപ്പോൾ നരേന്ദ്രമോദി, ഞങ്ങൾ ഒരു കാര്യം ഉറക്കെ പറയും, നരേന്ദ്രമോദി പ്രൈവറ്റ് സെക്ടറിന്റെ ഉപയോഗപ്പെടുന്നതിന് എതിരൊന്നുമല്ല. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഒരു കുത്തക വന്നാൽ ന്യൂഡി മാഗസിന്റെ കോടികൾ വിലയുള്ള ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായത് ചുട്ടരിക്കുന്നതും അവരെ നിലയ്ക്ക് നിർത്തുന്നതിലും വിജയിച്ച ഒരു സർക്കാർ ശരി കഴിഞ്ഞ 6 വർഷമായി ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ 10 വർഷം ഭരിച്ചു കഴിഞ്ഞാലും അടുത്ത 10 വർഷവും കൂടി BJP അധികാരത്തിൽ വരണമെന്ന് ഉള്ള പ്രവർത്തനമാണ്. അതിന് ഉതകുന്ന നടപടി എന്ന നിലയ്ക്ക് ഈ തെറ്റിദ്ധരിക്കപ്പെട്ട കൃഷ്ണപ്രസാദിനെ പോലെയുള്ള കർഷകരെ എന്ത് പറഞ്ഞാലും ചർച്ചയ്ക്കില്ല, ഞങ്ങൾ ആക്രമിക്കാൻ വന്നവരാണ് എന്ന മനോഭാവം ജനാധിപത്യത്തിന് ഭൂഷണമല്ല. വളരെ നന്ദി ശ്രീ ദേവരാജൻ, ഒപ്പം ശ്രീ കൃഷ്ണപ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ശ്രീ ജയചന്ദ്രൻ, പക്ഷേ അപ്പോഴും സർക്കാർ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴും, അതായത് മുൻകാലങ്ങളിൽ കർഷകർക്ക് വളരെ സമൃദ്ധമായുള്ള ജീവിതമായിരുന്നോ എന്ന ചോദ്യമൊക്കെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിയാണല്ലോ എന്ന് തോന്നുമെങ്കിലും ഇത്രമാത്രം ആളുകൾ തെരുവിലാണെന്ന കാര്യം മറക്കരുത്. അതും ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് BJPയെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന നാടുകളിൽ നിന്ന് മാത്രമല്ല, ആ ഭാഗത്ത് നിന്നാണ്, പഞ്ചാബ് അടക്കമുള്ള ആളുകളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരായുള്ള കർഷകർ അവരുടെ സർവ്വസന്നാഹങ്ങളുമായിട്ട് വരികയാണ് എന്ന കാര്യം മറക്കരുത്. നിങ്ങൾ ഈ പറയുന്ന പോലെ 10-20 കൊല്ലം ഇനിയും ഭരിക്കാനുള്ള നില ഉണ്ടാകണമെങ്കിൽ അവരെ കൂടെ പ്ലീസ് ചെയ്യേണ്ടതായി വരും. ആ നിയമത്തിൽ വേണ്ട മാറ്റം ഉണ്ടാക്കേണ്ടതായി വരും എന്ന് വിചാരിക്കുന്നവരുമുണ്ട് വലിയ തോതിൽ. വളരെ നന്ദി ശ്രീ ജയചന്ദ്രൻ ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ നന്ദി ശ്രീ കൃഷ്ണപ്രസാദ്, ശ്രീ ദേവരാജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വരും ദിവസങ്ങളിലും കർഷകരുടെ സമരം തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. എവിടങ്ങളിലാണ് വിന്യസിക്കേണ്ടത്, ഏത് വിധത്തിൽ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം തീയതി ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ഈ കാർഷിക പുതിയ നിയമങ്ങൾ കർഷകർക്ക് അനുകൂലമായിട്ടുള്ളതാണ് എന്ന നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകില്ല എന്ന് നരേന്ദ്രമോദി സർക്കാർ തീരുമാനവും എടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്താണ് രാജ്യ തലസ്ഥാനത്ത് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം.